ഡിയർ പേരൻസ്, ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ്. പഠിക്കുന്ന സമയത്ത് ബോറടിക്കുന്നുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള ഏറ്റവും നല്ലൊരു ടെക്നിക്കാണ് നടന്ന് പഠിക്കുക എന്ന് പറയുന്നത്. പലപ്പോഴും പല വീടുകളിൽ കുട്ടികൾ നടന്ന് പഠിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും നല്ലത് നടന്ന് പഠിക്കുന്നതാണ്. കാരണം ഇരുന്ന് പഠിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളുടെ ഫോക്കസും അറ്റൻഷനൊക്കെ മാറുകയും ബോഡി പെയിൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. എന്നാൽ നടന്ന് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മസ്കുലർ മൂവ്മെൻറ്റ്സ് ഉണ്ടാവുകയും നമ്മുടെ കോർഡിനേഷൻസ് ഒക്കെ എല്ലാം പ്രോപ്പർ ആവുകയും ഒപ്പം അറ്റൻഷൻ പ്രോപ്പറായിട്ട് നമുക്ക് പാഠപുസ്തകത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് ഇത് കൊണ്ടുവരാനായിട്ട് കഴിയുന്നതാണ്. അതുകൊണ്ട് ഇനി മുതൽ മക്കൾ പഠിക്കുമ്പോൾ ഇരുന്ന് പഠിക്കുന്നതിന് പകരം നടന്ന് പഠിക്കുവാനായിട്ട് ആവശ്യപ്പെടുക. നല്ല മാറ്റങ്ങൾ ഈ വരുന്ന പരീക്ഷയിൽ ഉണ്ടാക്കുവാനായിട്ട് കഴിയുന്നതാണ്. മക്കൾക്ക് പരീക്ഷാകാലത്ത് സ്വാഭാവികമായിട്ടും സ്ട്രെസ് ഉണ്ടാവും. ഈ സ്ട്രെസ്സിനെ അതിജീവിക്കാനുള്ള ഒരു ബ്രീത്തിങ് എക്സസൈസാണ് ഇനി പറയുന്നത്. 4-7-8 ബ്രീത്തിങ് എന്നാണ് ഇതിനെ പറയുന്നത്. പേര് പോലെ തന്നെ എല്ലാ ദിവസവും 10 മിനിറ്റ് നേരം ഈ ബ്രീത്തിങ് എക്സസൈസ് മക്കളെ കൊണ്ട് പരിശീലിപ്പിക്കുക. രാവിലെ ഉണർന്നു കഴിഞ്ഞ് പ്രാഥമിക കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് ഒരു കസേരയിൽ വളരെ കംഫർട്ടായിട്ട് അവരെ ഇരുത്തിയതിന് ശേഷം 4 സെക്കൻഡ് നേരം ശ്വാസം അകത്തേക്ക് എടുക്കുവാനായിട്ട് ആവശ്യപ്പെടുക. 4 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 സെക്കൻഡ് നേരം ഈ എടുത്ത ശ്വാസം ഹോൾഡ് ചെയ്യണം. 7ാമത്തെ സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം 8 സെക്കൻഡ് കൊണ്ട് നമ്മൾ എടുത്ത ശ്വാസം പടിപടിയായിട്ട് പിടിച്ച് പുറത്തേക്ക് കളയാം. സോ 4 സെക്കൻഡ് കൊണ്ട് എടുത്ത ശ്വാസം 7 സെക്കൻഡ് നമ്മൾ പിടിച്ചു വയ്ക്കുകയും അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള 8 സെക്കൻഡ് കൊണ്ട് വേണം ശ്വാസം പുറത്തേക്ക് കളയാൻ. ഇതാണ് 4-7-8 ബ്രീത്തിങ്. ഈ ബ്രീത്തിങ് എക്സസൈസ് ഇനി പരീക്ഷ കഴിയുന്നവരെ എല്ലാ ദിവസവും മക്കളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കുക. സ്ട്രെസ്സും മാറി, ആങ്സൈറ്റിയും മാറി, എക്സാം ഫിയറില്ല, ഫിയർ ഓഫ് സക്സസ്സോ ഫിയർ ഓഫ് ഫെയിലിയറോ ഇല്ല. വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് ഇനി വരുന്ന പരീക്ഷയെ അവർക്ക് അതിജീവിക്കാനായിട്ട് കഴിയുന്നതാണ്. നിങ്ങളുടെ മക്കൾക്ക് പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാനും മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇനി പറയുന്നത്. ടീച്ചിങ് അതേഴ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. പണ്ട് കാലത്ത് കമ്പൈൻ സ്റ്റഡി എന്ന് പറയുന്നൊരു കാര്യം നമ്മുടെ മക്കളെല്ലാവരും ചെയ്തിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ മക്കൾ ഓരോ ദിവസം പഠിച്ച കാര്യങ്ങൾ എന്താണെന്ന് അവർ മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനായിട്ട് ആവശ്യപ്പെടുക. അത് ഫ്രണ്ട്സാകാം, ഇനി അഥവാ ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനും ആവശ്യപ്പെടുക. നിങ്ങളുടെ മക്കൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് ആ പോർഷൻ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെയും കോൺഫിഡൻസ് വർദ്ധിക്കും, മക്കളുടെയും കോൺഫിഡൻസ് വർദ്ധിക്കും. അങ്ങനെ നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ വരുന്ന പരീക്ഷയെ അതിജീവിക്കുവാനും മികച്ച രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാനും കഴിയുന്നതാണ്. സോ നിങ്ങൾക്കോ ഫ്രണ്ട്സിനോ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എന്തായാലും മക്കളെ കൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇതൊന്ന് പരിശീലിപ്പിച്ച് നോക്കൂ. നല്ല മാറ്റങ്ങൾ കാണുന്നതാണ്. നിങ്ങളുടെ മക്കളുടെ മെമ്മറി ഇമ്പ്രൂവ് ചെയ്ത് മികച്ച വിജയം ഈ വരുന്ന പരീക്ഷയിൽ നേടിയെടുക്കാനായിട്ട് സഹായിക്കുന്ന ചെറിയൊരു ടെക്നിക്കാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ടീച്ചിങ് അതേഴ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. പണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കമ്പൈൻ സ്റ്റഡി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ മക്കൾക്ക് പഠിച്ച കാര്യങ്ങൾ, അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഇൻ്ററാക്ട് ചെയ്തിട്ട് ഫ്രണ്ട്സിനെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ആസ് എ പാരൻ്റ് എന്ന നിലയ്ക്ക് എല്ലാ ദിവസവും വൈകുന്നേരം നിങ്ങളുടെ മക്കൾ അതാത് ദിവസം പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുവാനും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുവാനും ആവശ്യപ്പെടുക. നിങ്ങളുടെ മക്കൾ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അന്നത്തെ ദിവസം പഠിച്ച കാര്യങ്ങൾ നല്ല ക്ലാരിറ്റി ഉണ്ടെന്നാണ് അതിനർത്ഥം. അങ്ങനെ ക്ലാരിറ്റിയോട് കൂടി നിങ്ങളുടെ മക്കൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് മറന്നു പോവുകയില്ല. വരുന്ന പരീക്ഷയിൽ മികച്ച വിജയം അവർക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് പഠിക്കുന്ന കുട്ടികളുടെ ബ്രെയിൻ പവർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ചെറിയൊരു ടെക്നിക്കാണ് ഇന്ന് പരിചയപ്പെടുന്നത്. എല്ലാ ദിവസവും 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ലഘു വ്യായാമങ്ങൾ നിങ്ങളുടെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഞാൻ എപ്പോഴും പ്രിഫറിങ് ചെയ്യുന്നത് ഈവനിങ് ആണ്. സോ വൈകിട്ടും 5-നും 7-നും ഇടയിൽ 20 മുതൽ 30 മിനിറ്റ് വരെ ലഘു വ്യായാമങ്ങൾ നിങ്ങളുടെ മക്കളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിച്ചത് മൂലമുണ്ടാകുന്ന സ്ട്രെസ്സും സ്ട്രെയിനും ഫെഡപ്പൊക്കെ എല്ലാം മാറുകയും ബ്രെയിൻ നല്ല ആക്റ്റീവ് ആവാനും കൂടി സാധിക്കും. അങ്ങനെ ആക്റ്റീവായി കഴിഞ്ഞാൽ ഇതിന് ശേഷം പഠിക്കുന്ന പോർഷൻസൊക്കെ വളരെ പെട്ടെന്ന് കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പലപ്പോഴും എക്സാം ആണെന്ന് വിചാരിച്ച് എക്സസൈസ് വേണ്ടെന്ന് വെക്കുമ്പോഴാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠിച്ച കാര്യങ്ങൾ തിരിച്ചെടുക്കാനായിട്ട് കഴിയാത്തത്. അതുകൊണ്ട് എക്സസൈസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നല്ല വിജയം നിങ്ങളുടെ മക്കൾക്ക് ഈ വരുന്ന പരീക്ഷയിൽ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയുന്നതാണ്. നിങ്ങളുടെ മക്കൾക്ക് ഒരു ദിവസം മുഴുവൻ ഒരു മടിയും കൂടാതെ
പഠിക്കാനായിട്ട് കഴിയണോ അതിനെ സഹായിക്കുന്ന സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ് ഇനി പറയുന്നത്. പലപ്പോഴും ഈ ഒരു ടെക്നിക്ക് എല്ലാ വിദ്യാർത്ഥികളും പ്രത്യേകിച്ച് നന്നായി സ്കോർ ചെയ്യുന്ന കുട്ടികൾ ഫോളോ ചെയ്യുന്ന ടെക്നിക്കാണ്. സോ രാവിലെ മുതൽ ഉച്ച വരെയും, ഉച്ച മുതൽ വൈകിട്ട് വരെയും, വൈകിട്ട് മുതൽ രാത്രി വരെയും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതിനെക്കുറിച്ചുള്ള ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി ആ ലിസ്റ്റ് പ്രകാരം കൃത്യമായിട്ടും പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഈ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഓരോ 25 മിനിറ്റ് കഴിയുമ്പോഴും 5 മിനിറ്റ് ബ്രേക്കും കൂടി എടുക്കുക. ഇങ്ങനെ കൃത്യമായിട്ടും ബ്രേക്ക് എടുത്തിട്ട് ഓരോ പോർഷൻസും കവർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ദിവസത്തെ കുട്ടികളുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാനും അതിലൂടെ മികച്ച രീതിയിൽ പോർഷൻസ് കവർ ചെയ്ത് വിചാരിക്കുന്ന സമയത്ത് തന്നെ എല്ലാ പോർഷൻസും കവർ ചെയ്ത് വെൽ പ്രിപ്പയർഡായിട്ട് വരുന്ന പരീക്ഷയെ ഫേസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. സോ ദിവസം മുഴുവൻ മടി കൂടാതെ പഠിക്കുവാനായിട്ട് ഈ പറയുന്ന രീതി ഫോളോ ചെയ്താൽ മതി. പഠിക്കുമ്പോൾ പാട്ട് കേട്ട് പഠിക്കുന്നത് നല്ലതാണ്. മിക്കപ്പോഴും എല്ലാ പേരൻസും പൊതുവെ കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നതാണ്, പാട്ട് വെച്ചാൽ മാത്രമേ എൻ്റെ മകൻ പഠിക്കത്തുള്ളൂ. ഇതിൽ നമുക്ക് സയൻറ്റിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ പാട്ട് കേട്ട് പഠിക്കുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. അവരുടെ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാനും മൂഡ് ബൂസ്റ്റ് ചെയ്യാനും മെൻ്റൽ ഹെൽത്ത് കാമാക്കാനും സ്ട്രെസ്സും സ്ട്രെയിനും കുറയ്ക്കാനായിട്ട് നന്നായി സഹായിക്കും മ്യൂസിക്. അതുകൊണ്ട് ചെറിയ രീതിയിൽ പാട്ട് കേട്ടുകൊണ്ട് എപ്പോഴും പഠിക്കുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. പക്ഷേ അവിടെ സ്പീക്കർ ഫോണിലൂടെയാണ് പാട്ട് കേൾക്കേണ്ടത്, അല്ലാതെ ഇയർബഡ്സോ അല്ലെങ്കിൽ ഹെഡ്ഫോൺ ഉപയോഗിച്ച് ഒരു കാരണവശാലും പാട്ട് കേൾക്കരുത്. അങ്ങനെ വരുമ്പോഴാണ് പാട്ടിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ പോവുകയും പഠനത്തിലേക്ക് കോൺസെൻട്രേഷൻ ഇല്ലാതാവുന്നത്. സോ സ്പീക്കർ വോളിയത്തിൽ വെച്ചുകൊണ്ട് ചെറിയ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ വെച്ചുകൊണ്ട് മക്കളോട് പഠിക്കാനായിട്ട് പറഞ്ഞോളൂ. തീർച്ചയായിട്ടും നല്ല വിജയങ്ങൾ ഈ വരുന്ന പരീക്ഷയിൽ ഉണ്ടാകുന്നതാണ്. ഒരു ദിവസം എത്ര സബ്ജക്റ്റ് പഠിക്കുന്നതാണ് നല്ലത്? മിക്കപ്പോഴും ഞാൻ കണ്ടുവരുന്നത് ഒരു ദിവസം ഒരു സബ്ജക്റ്റ് വെച്ച് കുട്ടികൾ കവർ ചെയ്യുന്നതാണ്. പലപ്പോഴും ഒരു സബ്ജക്റ്റ് വെച്ച് കവർ ചെയ്യുമ്പോഴും വളരെയധികം ഫ്രസ്ട്രേഷൻസാണ് കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. അതുകൂടാതെ ബോറടിക്കുകയും പഠനത്തിൽ നിന്ന് ഇൻട്രസ്റ്റ് മാറി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഇൻട്രസ്റ്റ് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഇനി മുതൽ എല്ലാ ദിവസവും പഠിക്കുമ്പോൾ മിനിമം 3 സബ്ജക്റ്റ് നമ്മൾ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ രാവിലെ ഒരു സബ്ജക്റ്റ്, ഉച്ചതിരിഞ്ഞൊരു സബ്ജക്റ്റ്, വൈകിട്ടൊരു സബ്ജക്റ്റ്, അങ്ങനെ പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിക്കുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപോലെ തന്നെ എല്ലാ പോർഷൻസും കവർ ചെയ്യാനും എല്ലാ സബ്ജക്റ്റും പഠിച്ചെടുത്ത് ഈ വരുന്ന പരീക്ഷയിൽ നിങ്ങൾ എത്ര മാർക്കാണോ ടാർഗറ്റ് ചെയ്യുന്നത് ആ ടാർഗറ്റ് തന്നെ തീർച്ചയായിട്ടും അച്ചീവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അതുകൊണ്ട് മിനിമം 3 സബ്ജക്ട്സ് വെച്ച് പഠിച്ച് നല്ല രീതിയിൽ മാർക്ക് നേടാനായിട്ട് ഈ വരുന്ന പരീക്ഷയിൽ എല്ലാവരും ശ്രമിക്കുക. പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു ടെക്നിക്കാണ് ഇനി പറയുന്നത്. സോ കുട്ടികൾ ഇനി മുതൽ പാഠഭാഗങ്ങൾ വായിക്കുമ്പോൾ കുറച്ച് ഉറക്ക വായിക്കാനായിട്ട് അവരോട് ആവശ്യപ്പെടാം. അങ്ങനെ ഉറക്ക വായിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് ചുറ്റും എന്തൊക്കെ ശബ്ദങ്ങളുണ്ടായാലും അതിനെയൊക്കെ എല്ലാം ഫേസ് ചെയ്യാനും ഒപ്പം അതിനെ ഓവർകം ചെയ്തിട്ട് ഡിസ്ട്രാക്ഷൻസ് കുറച്ച് പഠിക്കുവാനും ഒപ്പം പഠിക്കുന്ന ഏരിയയിൽ തന്നെ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കോൺസെൻട്രേഷനോട് കൂടി പഠിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പരീക്ഷയിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇത് മെമ്മറൈസ് ചെയ്ത് നല്ല രീതിയിൽ ആൻസർ എഴുതാനായിട്ട് കഴിയുന്നതാണ്. സോ ഇനി മുതൽ വായിക്കുമ്പോൾ കുറച്ച് ലൗഡ്ലി ആയിട്ട് വായിച്ചിട്ട് പോർഷൻസ് കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കുക. പരീക്ഷയ്ക്ക് പഠിച്ചത് മറന്നു പോകാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് നോട്ട് ടേക്കിംഗ് എന്ന് പറയുന്നത്. ഇന്നു മുതൽ കുട്ടികൾ പഠിക്കുമ്പോൾ ഈ രീതിയിൽ അവരെ കൊണ്ട് പഠിപ്പിച്ചെടുക്കുക. കുട്ടികൾ പഠിച്ചു കഴിഞ്ഞ് ഓരോ പാരഗ്രാഫും അല്ലെങ്കിൽ ഓരോ പോർഷൻസും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് എന്താണ് മനസ്സിലായതെന്ന് പറയുന്നതിന് പകരം ഒരു നോട്ട്ബുക്കിൽ അത് അവരുടെ സ്വന്തം ഭാഷയിൽ എഴുതാനായിട്ട് പറയുക. അങ്ങനെ ഓരോ പോർഷൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ആ പോർഷനിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായതെന്ന് സ്വന്തം ഭാഷയിൽ എഴുതി വയ്ക്കുകയും പിന്നീട് ലാസ്റ്റ് ടൈം ഇത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ പരീക്ഷയെ ഫേസ് ചെയ്ത് നല്ല മാർക്കോട് കൂടി ഈ തവണത്തെ പരീക്ഷ പാസ്സാകുവാനായിട്ട് കഴിയുന്നതാണ്. എന്തായാലും ഈ പറയുന്ന രീതിയിൽ കുട്ടികളെ കൊണ്ടൊന്ന് പ്രാക്ടീസ് ചെയ്യിച്ചു നോക്കുക. താങ്ക് യു.